മുഗ്രാൽ ന്യൂസിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കു വേണ്ടി തെരഞ്ഞെടുപ്പ് വണ്ടി തയ്യാറായി കഴിഞ്ഞു. ഇതുവരെ ഞങ്ങൾ പുലർത്തിയിട്ടുള്ള നിഷ്പക്ഷത ഇക്കാര്യത്തിലും പുലർത്തുമെന്ന തികഞ്ഞ ഉറപ്പോടെ വിശ്വാസത്തോടെ ഞാനിത് പുറപ്പെടുന്നു. വോട്ട് മാത്രം രേഖപ്പെടുത്തിയും പോരാ, മുഗ്രാൽ ന്യൂസിന് വേണ്ടി അഭിപ്രായം രേഖപ്പെടുത്തണം. എങ്ങനെ നിങ്ങളുടെ മുന്നണി വിജയസാധ്യത എങ്ങനെ? പ്രതീക്ഷ UDF തന്നെ പ്രതീക്ഷ. എങ്ങനെ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിച്ചോ? തീർച്ചയായും. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു തരംഗം മഞ്ഞടിക്കാൻ പോയാണ്. എല്ലാ മിഷനറിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിരുന്നു. എന്നിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ മുന്നേറ്റം നടത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. വരാനിരിക്കുന്ന നാളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്. വോട്ട് ചെയ്താ? വോട്ട് ചെയ്തില്ല, അങ്ങനെ തിരക്കായതുകൊണ്ട് ചെയ്തിട്ടില്ല. എവിടെ? സഹോള എവിടെ? നമുക്ക് ഫിഷറീസ് കോളനി. ഫിഷറീസ് കോളനി ഇപ്പടി കടപ്പുറം. എങ്ങനെ നിങ്ങളുടെ പ്രതീക്ഷ? UDFൻ്റെ 17 സീറ്റ് കിട്ടും. 23-ൽ 17 പ്രതീക്ഷിക്കുന്നു. മുഗ്രാലിലെ 5 വാർഡിൽ 5 പ്രതീക്ഷിക്കുന്നു. 5 UDF-ആണ്. ഒരുപാടാണ് ഫൈറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൊപ്പളത്തോ? കൊപ്പളത്ത് നല്ല സ്ഥാനാർത്ഥികളാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊന്നുമില്ല, അടിയൊടുക്കോളി തീരെയില്ല. അനായാസ ജയമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? അനായാസ വിജയമൊന്നുമല്ല, ഫൈറ്റാണ്. പക്ഷെ അടിയൊടുക്കുകളില്ല. പുറമെയുള്ള പ്രചാരം പോലുള്ള അടിയൊടുക്കുകളില്ല. പാർട്ടിന്റെ വോട്ട് സെറ്റപ്പ് ഉണ്ട്, പാർട്ടിന്റെ വോട്ട് മുഴുവനും കിട്ടും. പാർട്ടി സെറ്റപ്പ് ഉണ്ട്, അത്ര ഇല്ല. ഇപ്പൊ ചെയ്യുന്നു നിങ്ങൾ വോട്ട് ചെയ്തോ? വോട്ട് ഞാൻ എല്ലാവർക്കും ഒന്നും ചെയ്യിപ്പിച്ചിട്ട് തന്നെ ലാസ്റ്റിൽ ഞാൻ വോട്ട് ചെയ്യുന്നു. എങ്ങനെ UDF-ന്റെ വിജയ പ്രതീക്ഷ? അമിത് 100%. കുമ്പള പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുന്ന വാർഡാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലാണ്. എങ്ങനെ മിസ്റ്റർ സിദ്ദീഖ്, പുറവാട് വാർഡിൽ എങ്ങനെ ത്രികോണ മത്സരമാണോ അല്ല ഒരു അനായാസ വിജയമാണോ പ്രതീക്ഷിക്കുന്നത്? വാർഡിനെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരം തന്നെയാണ്. പക്ഷേ എങ്കിലും ആദ്യം തൊട്ട് ത്രികോണ മത്സരമാണ് എങ്കിലും BJP അവസാന ഘട്ടത്തിൽ LDF-ഉമായിട്ട് ധാരണയുണ്ടാക്കിയിട്ട് കടുത്ത മത്സരമാണ് എങ്കിലും ഞങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ട്. ഏകദേശം 200ഓളം വോട്ടിനുള്ള വിജയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ചില UDF കേന്ദ്രങ്ങളിൽ BJPക്കും BJPയിലെ ചില കേന്ദ്രങ്ങളിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചെയ്യാനുള്ള ചില ധാരണകളാണ് അവരുണ്ടാക്കിയത്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ചില വാർഡുകളിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് LDF-ഉം അതുപോലെ തന്നെ BJPയും കൂട്ടുകെട്ടായിട്ട് പ്രവർത്തിക്കുന്നത്. എങ്ങനെ അവസ്ഥ? വോട്ടിട്ടാ? ഇല്ല, ഇട്ടില്ല. ചെയ്തിട്ടില്ല. എടുത്തോളാം. ഞാൻ ഇത്ര വൈക്കുന്നത് പിന്നെ ചെയ്യാതെ 4 മണിക്ക് ചെയ്യാതെ എനിക്ക് കുറച്ച് പണിയുണ്ട്. കമ്പനി വർക്കുള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിജയപ്രതീക്ഷ എങ്ങനെ? ഒരു സീറ്റ് ഞങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സിദ്ദീഖ് റഹ്മാനൊക്കെ ആരോപിക്കുകയുണ്ടായി ഫർവാഡ് വാർഡിൽ പിന്നെ നൂർജാൻ ബീഗത്തിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടിയും പിന്നെ BJPയും ഒന്നിച്ചിരിക്കുകയാണെന്നൊരു ആരോപണമുണ്ട്. അത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം അത് അവരുടെ കഴിവുകേടാണ്. അത് ജനതാദളിൻ്റെ പ്രവർത്തകന്മാർ അവിടെ ഇവിടുന്ന് പോയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർക്ക് അവിടെ ഒരു അടിത്തറയില്ലാതെ ഒരു കൂട്ടരായതുകൊണ്ട് പറയുന്നത്. BJPൻ്റെ ഞാനവിടെ പോയിരുന്നു, BJPക്ക് അവിടെ കൗണ്ടറില്ല എന്ന് തീർച്ചയായും. അത് ഞാൻ കണ്ടപ്പോൾ BJPൻ്റെ കൗണ്ടർ കണ്ടിട്ടില്ല. പക്ഷേ BJPക്കാർ കൗണ്ടർ എവിടെയുണ്ടെന്ന് പറയില്ല. പക്ഷെ ഞങ്ങൾ അവരായിട്ട് ഒരു ഐക്യമില്ല. ഇടതുപക്ഷത്തിൻ്റെ വിജയം അവർ മുൻകൂടി അറിഞ്ഞതുകൊണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് കിട്ടിയ വോട്ട് കൊണ്ട് അവർ വിജയിക്കില്ല എന്നുകൊണ്ടാണ് അവരുടെ കൗണ്ടർ ഇടാത്തത്. ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ പിടിച്ചെടുക്കും. അവിടെ BJPക്കാരുടെ വോട്ട് ശക്തി കളിക്കണം, BJPക്കാരുടെ ശക്തി കളിച്ചോട്ടെ. റഷ്യയുടെ വിജയ പ്രതീക്ഷ എങ്ങനെയാണ്? ഇന്നലെ ഞാൻ അറിഞ്ഞിടത്തോളം റഷ്യ ഒരുപാട് മുന്നോട്ടുണ്ടാകുന്ന കാണുന്നത്. പക്ഷേ അന്ന് തിരഞ്ഞെടുപ്പിൽ ആ ബൂത്ത് വോട്ടായി മാറിയെങ്കിൽ ഇന്നത്തെ പ്രവർത്തകന്മാർ രംഗത്തിൽ വോട്ടായി മാറി തീർച്ചയായിട്ടും വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഏറ്റവും ഇന്ന് കാണുന്നത്. പക്ഷെ അവിടെ ത്രികോണ മത്സരമായതുകൊണ്ട് കുറച്ചും എനിക്ക് വേദനയുണ്ട്. വോട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ.
സക്കീന അക്ബറായിരിക്കും വിജയിക്കുക എന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷകളിലാണ് ഞങ്ങളുള്ളത്. ഏറ്റവും നല്ല ഇമേജുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുവാനുള്ള ബുദ്ധി അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അക്ബർ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തില്ല. എൻ്റെ വോട്ട് അപ്പുറത്തെ ബൂത്തിലാണ്. എവിടെ? 20-ലാണ്. എവിടെ? അത് എസ് സ്കൂളിലാണ്? അതല്ല, കടപ്പുറം മദ്രസയിലാണ്. കടപ്പുറം മദ്രസയിലാണ്. ഇല്ല ചെയ്യുന്നില്ലേ? ചെയ്യണം. എപ്പോ? ഒരു 8 മണിക്ക് ചെയ്യാലോ, സമയമുണ്ട്. കഞ്ച വോട്ട് ചെയ്തോ? വോട്ട് ചെയ്ത്. എങ്ങനെ? ഇടതുപക്ഷ വിജയ സാധ്യതയുണ്ട് 100%. നല്ല മുന്നേറ്റം നടത്തും ഇടതുപക്ഷം. ഇപ്രാവശ്യം നല്ല മുന്നേറ്റം നടത്തും. അശ്വർ വോട്ട് ചെയ്യാൻ പോയോ? ഇല്ല, പോയിട്ടില്ല. കൊണ്ടെത്ര ഉച്ചയാകുമ്പോൾ ചെയ്യാൻ. അങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയ അതിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിക്കോ. നമ്മളെ കൊപ്പളത്തിലെ വാർഡ് ജയിക്കും. ഭൂരിപക്ഷം കിട്ടിയ ആളല്ലേ? ഭൂരിപക്ഷം എങ്ങനെ കിട്ടല്ലേ? കൊപ്പളം ജയിക്കൂന്നല്ലേ? അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഭൂരിപക്ഷം ജയിക്കുക. പിന്നെ ഇവിടെ ഭൂരിപക്ഷം കുറഞ്ഞ ആളാ മറ്റിടത്തുള്ള ജയിക്കുന്നത്. കൊപ്പളത്തിൽ LDF വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. ആര് ഫോണ്? ജോർജ് ഫെർണാണ്ടസാ? മൊഗ്രാൽ ന്യൂസിന് വേണ്ടി പ്രശാന്ത് രഘുവംശം. എങ്ങനെ റംലയുടെ വിജയപ്രതീക്ഷ? എങ്ങനെ? നല്ല വിജയം. വോട്ടർമാരും ചതിക്കല്ലേ? ഭൂരിപക്ഷം വോട്ട് വോട്ടിട്ടാ? വോട്ട് 2 വിട്ട് ഓൾക്ക് ഞാൻ നോക്ക് സൗകര്യമില്ല. അത് കള്ളവോട്ടല്ലേ? ഇപ്പൊ കള്ളോട്ട് ഓളൊത്തിരി ഓളിന്റെ കാണിച്ചില്ല. വോട്ട് ചെയ്താ? വിശ്വാസം ഇടതുപക്ഷത്തിന് വിജയം ഉറപ്പാണ്. ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പാണ്. ചെയ്ത വോട്ടോ? ജീവിച്ചിരിപ്പുള്ള ഒരേ ഒരു EMS ആണിത്. ഏലംകുളം മണവാട്ടിപ്പുറമ്പിൽ സയ്യദ് അബ്ദുൽ ഖാദർ. അതാണ് EMS. ഞാൻ ഏറ്റവും വലിയ ആ പേര് നൽകിയതുകൊണ്ട് ഞാൻ ഏറ്റവും വലിയ സന്തോഷിക്കുന്നു. അയാൾ ആ അഭിമാനത്തോടെ EMS സ്വീകരിക്കുന്നത്. അഭിമാനം ഉയർത്തിപ്പിടിക്കൂ EMS. ഞാൻ AKGന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കും പോലെയാണ് EMS കഴിഞ്ഞ് EMSന്റെ പേര് ഉയർത്തിപ്പിടിക്കുമ്പോൾ എവിടെ വെച്ചെങ്കിൽ EMS കഴിഞ്ഞ് അറിയണമെങ്കിൽ ഉപ്പാനെ ഒരു പറഞ്ഞു എന്റെ ഉപ്പാനെ ഒരു പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുടരുന്നല്ല, വേണമെങ്കിൽ തുടരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വിജയാശംസകൾ നേർന്നുള്ളൂ. മത്സരിക്കുന്നില്ല പ്രവർത്തിക്കാം. ഞാനത് ബൾബ് പ്രകാശിക്കാനുള്ള തീർച്ചയായിട്ടും നല്ല പ്രകാശം ഉണ്ടാവും. ഒരു പോയി എന്റെ മനസ്സിൽ ഏത് ഈ സ്ഥാനാർത്ഥിക്ക് വോട്ടിട്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് നിങ്ങളെ ഇഷ്ടം, അതൊരു ഓരോരുടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഏത് ചിഹ്നം മാത്രം നിങ്ങൾ ചോദിക്കുന്നത്. അത് ചോട്ടിട്ടാ വോട്ടിട്ടാ? ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങൾ സഹായിക്കും. അല്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ വോട്ടിട്ട് ജയിപ്പിക്കാം ഒരാളെ, പിന്നെ ഓരെ കാണണമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നോക്കണം. എങ്ങനെ വിലയിരുത്തപ്പെടുന്നു ഇതുവരെയുള്ള ഈ പോളിംഗ് ശതമാനവും അതുപോലെ വിജയ സാധ്യത ഒക്കെ? രാവിലെ ഒരു 8-9 മണി വരെ നമ്മളെ ഭാഗത്ത് വളരെ ഡല്ലായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു 10-12 മണിക്ക് ശേഷം നമ്മൾ ആൾക്കാരെല്ലാം വരാൻ തുടങ്ങി. എന്നിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെൻഡ് കാണുമ്പോഴേക്ക് നമ്മൾക്ക് വിജയ സാധ്യത കാണുന്നുണ്ട്. നൂർജഹാൻ ബീഗത്തിന്റെ വിജയം ഉറപ്പിക്കാനാണ് തോന്നുന്നത്. അതുപോലെ രാവിലെ സിദ്ദീഖ് റഹ്മാൻ ആരോപിക്കുകയുണ്ടായി BJPയും LDFും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന്. അത് ശരിയാണോ? അത് ശരി തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ BJPന്റെ സ്ഥാനാർത്ഥി ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഒരു കസേരയിട്ടിട്ട് ഒരു ആളുണ്ടായിരുന്നിട്ടില്ല. എന്നിട്ട് ഞാൻ നമ്മുടെ ഇവിടുത്തെ MLA CH കുഞ്ഞുമ്മ വന്നിട്ട് അയാളോടും പറഞ്ഞു, നിങ്ങളൊരു ധാരണയുള്ള പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾ അവരാൾക്കാരെ ഇല്ല ഇവിടെ. അതിനുശേഷം മറ്റേ രഘുമാഷ് വന്നിരുന്നു, അവരോടും അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഒരു 1 മണിയാകുമ്പോഴേക്കും ഒരു 2 കസേരയിട്ടിട്ട് 2 പെണ്ണുങ്ങൾ അവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് സംശയിക്കാൻ കാരണം. നമസ്കാരം സുമാരൻ. ഞങ്ങൾ മൊഗ്രാൽ ഓൺലൈനിന് വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ വിജയപ്രതീക്ഷ എങ്ങനെയാണ് ഈ വാർഡിൽ കാണുന്നത്? ഈ വാർഡിലൊരു 100-ൽ 100 100 വാർഡിൽ 100% ഈ വാർഡിൽ LDF ആണ്.
എങ്ങനെയാണ് താങ്കൾ അത്ര ഉറപ്പിച്ച് താങ്കൾ പറയുന്നത്? അത് ഇവിടുത്തെ ഈ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച ഒരു MLA ആണ് LDF സീറ്റ് കുഞ്ഞാലി. അവരുടെ പ്രവർത്തന മേഖലയനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ എല്ലാ വോട്ടും, അതായത് മുസ്ലിം ലീഗിൻ്റെ വോട്ടും UDFൻ്റെ വോട്ടും അതുപോലെ തന്നെ BJPയുടെ വോട്ടും നല്ല ശതമാനം ഒരു LDFന് വിജയിപ്പിക്കാൻ വേണ്ടി ഈ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ മൊത്തത്തിൽ എല്ലാവരും സഹായിക്കുന്നത്. അതുകൊണ്ട് ഒരു 100% ഈ വാർഡ് വിജയിക്കും താങ്കൾ പ്രതീക്ഷിക്കുക. ഒരു ആരോപണം ഇവിടെ ഉയർന്നു കേൾക്കുന്നത് LDFും BJPയും അവിടെ ഒരു ധാരണയിലെത്തിയിരിക്കുന്നു എന്നാണ് താങ്കളുടെ വാർഡിനെ കുറിച്ച് ഒരു ആരോപണം ഉയർന്നു കേൾക്കുന്നത്. അത് താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാം? അത് തീർച്ചയായിട്ടും തെറ്റാണ്. എന്താ അറിയാമോ, അത് പൊതുവെ UDFും BJP എന്നും ഉള്ളതാണ്. അത് നമ്മളെ ഈ പുത്തിക പഞ്ചായത്തോട്ടെ പല പഞ്ചായത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ചാണ് കോളിബി എന്നുള്ള. അത് മറിച്ചു വെക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമേ ഉള്ളൂ. അതിൽ ഒരു സത്യമില്ല. വോട്ട് രേഖപ്പെടുത്തിയ വോട്ട് രേഖപ്പെടുത്തി കുറച്ച് ലീഗ് ഇത് മാറണമെന്ന ഉദ്ദേശത്തിന്റെ ആളുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. നല്ല ഫൈറ്റ്. റസിയയുടെ വിജയസാധ്യത റസിയയുടെ വിജയസാധ്യത 100% വിജയിക്കുള്ളൂ. അതെ. മുഹമ്മദ് ഇബ്രാഹിം പൊസിഷന് നല്ല ഫൈറ്റിലുണ്ട്. അത് കണ്ടറിയണം. ഒരുപാട് വാർഡിൽ BJPയും ഇടതുപക്ഷവും രഹസ്യധാരണയിലാണെന്ന് ജനതാദൾ ആരോപിക്കുന്നു. അത് ശുദ്ധ അസംബന്ധം. വോട്ടിന് വേണ്ടിയിട്ട് കള്ളക്കഥയാണ്. നമ്മൾ ഒരു സീറ്റ് വേണ്ടി ജാഗയിൽ സപ്പോർട്ട് ചെയ്ത BJPനെ ഞങ്ങൾക്ക് ആ പഞ്ചായത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ട് വൈകിട്ട് വന്ന ആളാണ്. എന്നുവെച്ചാൽ വോട്ട് രേഖപ്പെടുത്തിയ വോട്ട് രേഖപ്പെടുത്തി. വോട്ടിടാൻ പോകണം. അങ്ങനെ ഒരുക്കത്തിലുണ്ട്. എങ്ങനെ മോശമല്ല. നല്ല അഭിപ്രായം. എൻ്റെ പാർട്ടി ജയിക്കും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക്. UDFന്റെ ആയിരിക്കും. അത് എൻ്റെ പാർട്ടി എനിക്ക് ഏകദേശം മനസ്സിലാവല്ലോ. പറയാൻ തരും മടി ഒരു മടിയുമില്ല എനിക്ക്. അങ്ങനത്തെ ഒരു മടിയുമില്ല. ഒരു പേടിയുമില്ല, ഒരു മടിയുമില്ല. ഏറ്റവും അധികം വോട്ട് ജയിക്കുന്ന വാർഡ് 18ാം വാർഡ്. ആരെയിക്കണം? സുഹൈബ്. അങ്ങനെ വോട്ട് ചെയ്തു. അതൊരു ജനാധിപത്യ രാജ്യമായ സ്ഥിതിക്ക് ഒരു രഹസ്യ സ്വഭാവമുള്ള സ്ഥിതിക്ക് അത് ആർക്കാണ് ചെയ്തതെന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഷൈബിനാണ് വോട്ട് ചെയ്തതെന്ന് ഞാൻ പറയില്ല. പറയാൻ പറ്റില്ല. ഇല്ല. ചോട്ടിട്ടാ എങ്ങനെ ഇവിടെ 15ാം വാർഡിൽ ഇബ്രാഹിം അമീച്ച മത്സരം എങ്ങനെ ആർക്കാണ് സാധ്യത? ഇബ്രാഹിം സാധ്യത. അവിടെ കഴിഞ്ഞ പ്രാവശ്യം UDF ജയിച്ചിട്ടൊരു വികസനം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് ഇബ്രാഹിം ജയിക്കും എന്നുള്ളത്. ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ്. ഒരു മാറ്റം ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കും. എങ്ങനെ വോട്ട് ചെയ്തോ ചർച്ച? വോട്ട് ചെയ്തു. എങ്ങനെയാണ് പ്രതീക്ഷ UDFന്റെ? പ്രതീക്ഷ നമ്മൾക്ക് ഇവിടെയുള്ള 3 ബൂത്തിന് നമുക്ക് പ്രതീക്ഷയുണ്ട്. നല്ല വിജയമാണ്. പിന്നെ ഷുഹൈബിൻ്റെത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ കൊപ്പളം നല്ല ഫൈറ്റ് ഉണ്ട്. എങ്കിലും UDF ജയിക്കും. പിന്നെ അതുപോലെ മൂസയും വളരെ ഈസിയിൽ ജയിക്കും. ഓക്കെ. പഴയ പടക്കുതിരകൾ ഒന്നിച്ച് പഴയ ഉത്തരദേശം പടക്കുതിരകൾ. നമുക്ക് എന്താ പറയാനുള്ള ഇലക്ഷനെ പറ്റി എന്ത് പറയാനുള്ള അതിൽ കുറവിട്ടാണ് എങ്ങനെയും തോന്നും. വോട്ട് നമ്മൾ മൂസ ഏകദേശം 325 വോട്ടോളം. സുഹൈബ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് സുഹൈബ് ആയിരിക്കും. സെക്കൻഡ് മൂസൈ വാർഡ്. പിന്നെ മായി മാസ്റ്റർ ഭയങ്കര പിന്നെ മുൻതൂക്കം മായ മാസ്റ്റർ വാരിയൊക്കെ തന്നെ കാണുന്നുള്ളത്. രാവിലത്തെ നോക്കുമ്പോഴേക്ക് പുസ്തകങ്ങളും BJP മാർക്സിസ്റ്റ് ഒന്നെന്ന് പറയുന്ന ഒരു പരസ്യം ഉണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി ഞാൻ മറ്റുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനോട് വെച്ചാൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. വിജയിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇറക്കുമ്പോൾ അതെ, ആ ഉള്ള സമയത്താണ് പറഞ്ഞത്. അമീത് ജയിച്ചു കഴിഞ്ഞു. കോപ്പളത്തിന്റെ ഏതായാലും അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് UDF സ്ഥാനാർത്ഥി ആയി മത്സരിക്കുന്ന അന്താഞ്ഞ് ജയിക്കുന്നുള്ള എന്റെ പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ ത്രികോണ മത്സരമായതുകൊണ്ട് നസീം അബ്ദുൽ ഖാദർ പ്രതീക്ഷയുണ്ട്. പ്രവാസി വോട്ടാണ്. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ആൾക്കാരെ പഴയ വാശിയൊന്നും ഇല്ല. ഇപ്പൊ ഇല്ല. ഉണ്ടോ? ഇല്ല. 2005-ത്തെ വാശിയൊന്നും ഇല്ല. അത് ആ ബൂത്തിൽ കാണാനുണ്ട്. നമുക്ക് പുത്തൂരിനോട് തോറ്റതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? അത് വളരെയധികം കളിക്കുന്ന കാലത്തുണ്ടല്ലേ ആൾക്കാർ ജീവിച്ചില്ലാത്ത ഭാഗ്യം. മുത്തം തച്ച മാതിരി എത്രേ ഉള്ളൂ. മുത്തം തച്ച മാതിരി. ഹായ് MS വോട്ട് രേഖപ്പെടുത്തിയോ?